ഈ ഞായറാഴ്ചത്തെ സ്പെഷ്യലായിരുന്നു ഡിണ്ടിഗൽ ബിരിയാണി. അതിനുവേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. 2 തക്കാളി, 3 വെല്ലുള്ളി, 2 പച്ചമുളക്, പുതിനയില, മല്ലിയില, 1/2 കിലോ ചിക്കൻ, 1/2 കിലോ ജീര റൈസ്, എണ്ണ, നെയ്യ്. പിന്നെ ഡിണ്ടിഗൽ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഡിണ്ടിഗൽ ബിരിയാണിയുടെ ഒരു സ്പെഷ്യൽ മസാല കൂടെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പാചകം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉള്ളിയും തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. പച്ചമുളക് നീളത്തിൽ കീറി വെച്ചു. ഒരു പിടി പുതിനയിലയും ഒരു പിടി മല്ലിയിലയും കഴുകി വൃത്തിയാക്കി വെച്ചു. ബിരിയാണി പാത്രം റെഡിയായി. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് നല്ലോണം വഴറ്റണം. സവാള വഴന്നു കഴിയുമ്പോൾ പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരല്പം ബ്രൗൺ നിറമായി കഴിയുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലോണം വെന്ത് ഉടയണം. തക്കാളി നല്ലോണം വെന്തുടഞ്ഞതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ ഡിണ്ടിഗൽ മസാല ചേർത്ത് നല്ലോണം വഴറ്റണം. എണ്ണ നല്ലവണ്ണം തെളിയുന്നത് വരെ വഴറ്റണം. എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ കട്ടി തൈര് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റണം. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ നല്ലോണം ഒന്ന് ഇളക്കി അത് മൂടി വെച്ച് ഒന്ന് തിള വന്നു കഴിയുമ്പോൾ 10 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കണം. 10 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 750 ml വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളത്തിലേക്ക് ഒരു ബിരിയാണി ഇലയും ഒരു നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലോണം വെട്ടി തെളിച്ചതിന് ശേഷം അരി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകമായിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ഒരു തിള വന്നതിന് ശേഷം അത് മൂടി വെച്ച് വേവിക്കാം. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു അല്പം വെള്ളം മേലെ ഉള്ളതായിട്ട് കാണാം. ഈ ബിരിയാണിയുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമേ വെള്ളം കാണാൻ പാടില്ല. കുറച്ചു നേരം കൂടെ മൂടിയിരിക്കട്ടെ. ഇപ്പം നിങ്ങൾക്ക് കാണാം വെള്ളത്തിൻ്റെ ഒരു നനവ് പോലുമില്ല. ഈ ഒരു സമയത്ത് വേണം നമ്മളിതിനെ ദമ്മു ചെയ്യാനായിട്ട് ഒരു പഴയ തവ നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ വേണം പാത്രം വെക്കാനായിട്ട്. അതിനുശേഷം പാത്രം മൂടി കൃത്യം 15 മിനിറ്റ് ദം ചെയ്തെടുക്കണം. സിമ്മിലാണ് ദം ചെയ്യേണ്ടത്. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കാവുന്നതാണ്. ഡിണ്ടിഗൽ ബിരിയാണിയുടെ മസാലക്കൂട്ടിനൊപ്പം തന്നെ സീസണിങ്ങിന് ആവശ്യമായ ഓയിൽ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വാങ്ങി സെർവ് ചെയ്യാവുന്നതാണ്. ഒട്ടും വെള്ളമില്ലാതെ എന്നാൽ നല്ല മയമുള്ള വിട്ട് കിടക്കുന്ന അസൽ ഡിണ്ടിഗൽ ബിരിയാണി റെഡി. ഡിണ്ടിഗൽ ബിരിയാണിയുടെ കൂടെ പുഴുങ്ങിയ മുട്ട കൂടെ സെർവ് ചെയ്യാറുണ്ട്. ഞാനിവിടെ പുഴുങ്ങിയ മുട്ടയും അച്ചാറും തൈരും ചേർത്താണ് സെർവ് ചെയ്തത്.